ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ ആ ഗുണ്ടകളെല്ലാവരും കൂടി നമ്മുടെ മിത്രയെ പിടിച്ചുകൊണ്ട് വണ്ടിയിലേക്ക് കയറ്റാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ബാലൻ വൈകുന്നേരം അതിലെ സ്കൂട്ടറിൽ വരുന്നത്. പെട്ടെന്ന് അവന്മാർ ഈ ബാലനെ കണ്ടതും ഓടുകയാണ്. അപ്പോൾ ബാലൻ ചോദിച്ചു, അവന്മാരൊക്കെ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ആരാന്നറിയില്ല. ഉപദ്രവിക്കുമല്ലോ ചെയ്തോ മോളെ? ഇല്ല. മോളെന്താ ഇവിടെ വണ്ടി നിർത്തിയത്? സ്കൂട്ടർ പഞ്ചറായി, അതായിരുന്നു നിർത്തിയത്. വീട്ടിലാരെങ്കിലും വിളിക്കാൻ പാടില്ലായിരുന്നോ? മൊബൈൽ സ്വിച്ച് ഓഫ് ആയി പോയി. എന്തായാലും സ്കൂട്ടർ ഓഫാക്കി ഈ ബാലൻ അവിടെ ഇറങ്ങി കേട്ടോ. ബാലൻ ഇറങ്ങി ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് ധർമ്മനെ വിളിച്ചു, നീ വേഗം അമ്പലത്തിനടുത്തുള്ള റോഡിലേക്ക് വാ. എന്തിനളിയാ? നീ എന്താണെന്ന് അറിഞ്ഞാലേ വരുവുള്ളൂ. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേടാ. ഞാൻ ദേ എത്തി അളിയാ. മനുഷ്യനെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കാത്ത പോലെ അളിയൻ എന്നും പറഞ്ഞ് ധർമ്മനെ ആട്ടോ വിളിച്ചത്. മോളെ, പെൺകുട്ടികൾ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് ശരിയാണോ? പെൺകുട്ടികൾ ഇറങ്ങി നടക്കുന്നതിന് എന്തോ കുഴപ്പം? ആണുങ്ങൾ മര്യാദയ്ക്ക് ഇടപെട്ടാൽ പോരെ എന്ന് മിത്ര ചോദിക്കുകയാണ്. മോളെ, അമ്മമാരുടെ പോട്ടെ, വീട്ടിൽ നിൻ്റെ അച്ഛമ്മ ഇതൊന്നും നിന്നെ പറഞ്ഞു തന്നല്ലേ വിളിച്ചത്, വളർത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ ഇടത്തോടെ എന്നെ തൻ്റെ ഇടത്തോടെ ജീവിക്കാനാണ് എല്ലാവരും പഠിപ്പിച്ചിരിക്കുന്നത്. ആ തൻ്റെ ഇടം ജീവിതത്തിൽ വേണം കാണിക്കാൻ. മോളിപ്പോൾ എവിടെ പോയിട്ട് വരുക? എൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത്. എന്തായാലും ധർമ്മൻ ആ സമയത്ത് വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. ഒരത്യാവശ്യത്തിന് വിളിച്ച ഉറുമ്പ് അനങ്ങുന്ന പോലെയാണോ വരുന്നത് എന്ന് ധർമ്മൻ ഇങ്ങനെ ഒരത്യാവശ്യത്തിന് വിളിച്ച ഉറുമ്പ് അനങ്ങുന്ന പോലെയാണോ വരുന്നതെന്ന് ധർമ്മനോട് ബാലൻ ഇങ്ങനെ ചോദിക്കുക. ഞാൻ സ്പീഡിലാണ് വന്നത്. സ്പീഡിൽ വന്നിട്ട് എന്തെങ്കിലും പറ്റിപ്പോയാൽ എന്ത് ചെയ്യും? ധർമ്മനെ എടുത്തിട്ട് പൊരിക്കുകയാണ് ബാലൻ. അല്ല മോളെന്താ ഇവിടെ? എന്താണ് ഞാൻ പ്രശ്നം? ഇവളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇവളുടെ സ്കൂട്ടർ പഞ്ചറായി. പഞ്ചറോ? എനിക്കിത് ഫിറ്റ് ചെയ്യാൻ അറിയത്തില്ല. വർക്ക്ഷോപ്പിൽ നിന്നോ ടയർ കടയിൽ നിന്നോ ആളെ വിളിക്കണം. അപ്പം നീ വണ്ടി പണിയാനൊന്നും നിൽക്കണ്ട, നീ ഇവളെ വീട്ടിൽ കൊണ്ടുവിടുക. ഞാനോ? നീ തന്നെ. നിൻ്റെ ഏട്ടന്മാർ വലിയ കഴിവുള്ളവരല്ലേ? രാത്രിയിൽ മോളെ ഒറ്റയ്ക്ക് അയച്ചിരിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ ബാലൻ വഴക്ക് പറയുകയാണ്. മോളെ, തൻ്റെ ഇടമൊക്കെ നല്ലതൊക്കെ തന്നെയാണ്, പക്ഷേ ഒരാക്രമണം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കായികമായി അതിനെ നേരിടാനുള്ള ബലം പെണ്ണുങ്ങൾക്ക് കുറവാണ്. അങ്ങനെയാണ് നിങ്ങളുടെ സൃഷ്ടി. അതുകൊണ്ട് കയ്യിൽ ചെറിയൊരു ആയുധമെങ്കിലും കരുതിയിട്ട് വേണം ഈ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ. കുറഞ്ഞ പക്ഷം മൊബൈലിൽ ചാർജെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ധർമ്മ, നീ കൊച്ചിനെ വീട്ടിലെത്തിച്ചേരെ. എന്നാൽ ശരി എന്നും പറഞ്ഞിട്ട് ബാലൻ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാണ്. രാത്രി പെരുവഴിയിലായപ്പം കണ്ടില്ലേ, രക്ഷിക്കാൻ നിൻ്റെ ശത്രു തന്നെ വേണ്ടി വന്നു എന്ന് നമ്മുടെ ധർമ്മൻ ഇങ്ങനെ മിത്രയോട് പറയുക. അപ്പോൾ ഈ രണ്ടുപേരെന്നെ ഉപദ്രവിക്കാൻ വന്നിരുന്നു. ബാലമാമനെ കണ്ടപ്പോഴാണ് അവർ പോയത്. പക്ഷേ ശത്രുവായിട്ട് എന്നെ സഹായിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. രാത്രി ഒരു പെൺകുട്ടി ഒറ്റയ്ക്കായപ്പോൾ അളിയനെ സഹായിക്കാൻ തോന്നി. പ്രത്യേകിച്ച് നീ ഒരു ബന്ധുവും കൂടിയാണല്ലോ. കൃഷ്ണമംഗലം തറവാട്ടിൽ നിൻ്റെ അച്ഛനോടും കൊച്ചച്ഛനോടും ദേഷ്യമുണ്ട് എന്ന് കരുതി നിങ്ങളെ ആരെയും അളിയൻ അന്യരായിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല എന്ന് ധർമ്മൻ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും ഇത്രയ്ക്കൊരു സങ്കടം പോലെ തോന്നി കേട്ടോ ഇവരെയൊക്കെ ഇങ്ങനെ കണ്ടതിൽ. അപ്പം നീ വന്ന് വണ്ടി കയറി വാ. അപ്പോൾ സ്കൂട്ടറോ? അത് നമുക്ക് പിന്നെ ശരിയാക്കാം. നീ വാ. എന്തായാലും ആകാശാണെങ്കിൽ ആകെ സങ്കടത്തിലും ധർമ്മസങ്കടത്തിലുമാണ്. കാരണം ആകാശിന് ആ മീനാക്ഷിയെ കെട്ടാനുള്ള ഒരു വഴിയില്ല. ആ ഒരു രീതിയിലാണ് പേടിച്ചരണ്ട് ചെകുത്താനും കടലിനും നടുക്കുന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ, ആ ഒരവസ്ഥയിലാണ് നമ്മുടെ ആകാശ് ഇങ്ങനെ കിടക്കുന്നത്. ആ സമയത്ത് ആകാശിനെ കളിയാക്കിക്കൊണ്ട് ആര്യൻ മീൻമിഴിയുള്ളവൾ മീനാക്ഷി എന്നൊക്കെ പറയുക. ഞാനിവിടെ ചുട്ടുപൊള്ളി നിൽക്കുമ്പോൾ നീ കല്ല് വാരി എറിയുന്നോ? ഞാനൊരു പാട്ട് പാടിയതല്ലേ, നീ അങ്ങനെ പാടണ്ട. ദേ ഉണ്ടാക്കാൻ വിളിക്കുന്നുണ്ട്. മേനോൻ എന്ന മീനാക്ഷി വിളിക്കുന്നുണ്ട്. ഫോൺ ബെല്ലടിക്കുന്ന കണ്ടിട്ട് ആര്യൻ ആകാശിനോട് പറയാം, നീ ആ ഫോണൊന്ന് ഓഫ് ചെയ്ത് വെച്ചേ. എൻ്റെ പൊന്നു ചേട്ടാ, ഇതെടുക്കുക, നീ അത് ഓഫ് ചെയ്ത് വെച്ചേ. ഒരു പെണ്ണിന് മോഹം കൊടുത്തിട്ട് ഇങ്ങനെ പറയല്ലേ. മെസ്സേജ് അയച്ച് മടുത്തിട്ട് വിളിക്കുന്നതാ. കോൾ എടുത്തിട്ട് ഒരു ആശ്വാസ വാക്ക് പറ. എടാ, അവൾ ചോദിക്കുന്നതിന് മറുപടി ഒന്നും ഇല്ല എനിക്ക്. എന്നാൽ അച്ഛനോട് ചോദിച്ചിട്ട് മറുപടി പറ. അച്ഛൻ പറഞ്ഞതനുസരിച്ചാണല്ലോ ശീലം. സ്വന്തമായി തീരുമാനമോ മറുപടിയോ ഇല്ലെങ്കിൽ അച്ഛന് ഫോർവേഡ് ചെയ്തരേ കോള്. ഏട്ടൻ്റെ തീരുമാനം പറഞ്ഞോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്, സ്പീക്കറിൽ ഇടുകയാണ്. അങ്ങനെ സ്പീക്കറിലിടുക. ആകാശൻ, ഞാൻ നിനക്ക് എത്ര മെസ്സേജ് അയച്ചു, കോള് വിളിച്ചു, എന്താ റിപ്ലൈ ഇല്ലാത്ത? നിന്നോട് പറയാൻ എനിക്ക് പുതിയ കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ്. ഓഹോ, ആ കല്യാണം കഴിക്കാനുള്ള ധൈര്യം ഇല്ലായിരുന്നെങ്കിൽ നീ പ്രേമിക്കരുതായിരുന്നു. എത്ര പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ? നടത്തണം. നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, നീ എൻ്റെ ഭർത്താവായിട്ട് വരണം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. കാരണം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതാണ്. നിന്നെ എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ. എന്നിട്ടാണോ നീ പുതിയ കല്യാണാലോചനയ്ക്ക് തന്നു കൊടുത്തത്?
ആ ആലോചനയൊന്നും നോക്കണ്ട, നീ വന്നിട്ട് തൻ്റെ അടുത്തോടെ വിളിക്ക്, ഞാൻ വരാം എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചാൽ നീ വരുമോ? എന്താണ് നിനക്ക് സംശയം? നീ വിളിക്കുന്നത് നോക്കിയല്ലേ ഞാൻ കാത്തിരിക്കുന്നത്, ഞാൻ വരാം എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ നിന്നെ വിളിച്ചുകൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും മീനു? നിൻ്റെ വീട്ടിലേക്ക്. എൻ്റെ വീട്ടിലേക്കോ? അയ്യോ അത് പറ്റത്തില്ല. എന്നാൽ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക, ഇനി എന്നെ അന്വേഷിച്ച് നീ വന്ന് പോയേക്കരുത് എന്നും പറഞ്ഞിട്ട് മീനാക്ഷി കോള് കട്ട് ചെയ്തു. അയ്യോടാ അവൾ കട്ട് ചെയ്തു. എൻ്റെ പൊന്നേട്ടാ നിങ്ങൾ എന്തൊരു മനുഷ്യനാ, മീനാക്ഷി ഇറങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് ഏട്ടനെന്താ ഇങ്ങനെ അനങ്ങാപ്പാറ പോലെ ഇരിക്കുന്നത്? എടാ ഞാൻ അവളെയും കൊണ്ട് എങ്ങോട്ട് പോകും? അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ. ആദ്യം വിളിച്ച രജിസ്റ്റർ മാരേജ് നടത്തുക, ബാക്കി പിന്നെ ഏട്ടൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. പിന്നെ കാണിക്കുന്നത് മീനാക്ഷിയുടെ അച്ഛനും അമ്മയും കൂടി കല്യാണത്തെക്കുറിച്ചുള്ള ചർച്ചയിലാണ്. ആഘോഷമായിട്ട് തന്നെ നടത്തണം. അത് പിന്നെ പറയണോ, നമ്മളെ രണ്ടുപേരുടെയും ഒന്നിച്ചുള്ള സ്വപ്നത്തിൻ്റെ ഒരു ലയനമല്ലേ. ചാന്തി നമ്മൾ ആഗ്രഹിച്ചപ്പോൾ ഒരു മരുമോനെ തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ ഇവർ സംസാരിക്കുന്നത് മീനാക്ഷി കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കുക. അവൾ കല്യാണ പെണ്ണായി വിവാഹ മണ്ഡപത്തിൽ വരൻ്റെ കൈയും പിടിച്ച് നിൽക്കുന്നത് എനിക്ക് കാണാൻ ദേവേട്ടാ. അപ്പോഴേക്കും ഇവൾ നോക്കിയിട്ട് പാവങ്ങൾ എൻ്റെ വിവാഹത്തെക്കുറിച്ച് എന്തോരം സ്വപ്നങ്ങളാണ് ഇവർ കാണുന്നത്, ഇവരെ എനിക്ക് സങ്കടപ്പെടുത്തേണ്ടി വരുമല്ലോ ഈശ്വര എന്നാണ് മീനാക്ഷി ചിന്തിക്കുന്നത്. ആ മോളെ ഞങ്ങൾ കല്യാണക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. നാളെ നമുക്ക് ഓഫീസിൽ നിന്ന് ലീവ് എടുക്കണം, കാഞ്ചീപുരത്ത് നിന്ന് തന്നെ പോയി കല്യാണ സാരി എടുക്കണം. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ ലീവ് കിട്ടത്തില്ല, ഒരാഴ്ച മുമ്പ് ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്നൊരു ബന്ധു മരിച്ചാൽ എന്താ ചെയ്യുക, അന്നേരം ഒരാഴ്ച മുമ്പ് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ അച്ഛനിങ്ങനെ ചോദിക്കുക. അപ്പം ശുഭകാര്യം നടക്കാൻ പോകുമ്പോൾ മരണത്തെക്കുറിച്ച് എന്തിനാ പറയണേ എന്ന് ശാന്തി അമ്മ ചോദിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും മോള് ലീവ് എടുക്കുമെന്ന് നിർബന്ധിച്ചപ്പോൾ ഇങ്ങനെ നിർബന്ധിക്കല്ലേ അച്ഛാ, അപ്പം നീ ഇങ്ങനെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് എതിരെ നിന്ന് ഞങ്ങളെ സങ്കടപ്പെടുത്തല്ലേ അമ്മ. ഞാൻ അപ്പോഴേക്കും നേരത്തെ അച്ഛൻ പറഞ്ഞു, ശാന്തി നീ ഒന്നും ഇനി പറയണ്ട, അവൾ എന്തായാലും ലീവ് എടുത്തോളും, നമ്മളെ വിഷമിപ്പിക്കാൻ നമ്മുടെ മൂക്ക് പറ്റത്തില്ല, ചെല്ല ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷി പോവാണ്. പിന്നെ കാണിക്കുന്നത് ബാലന്, ഗോമതി, ആകാശ്, ആര്യൻ. സെബാസ്റ്റ്യൻ ചേട്ടൻ്റെ ഒരു ഓർഡറിനെ കുറിച്ചാണ് ബാലൻ സംസാരിക്കുന്നത്. സെബാസ്റ്റ്യൻ ചേട്ടൻ്റെ ഓർഡർ ഉണ്ടല്ലോ. അപ്പോഴേക്കും ആര്യൻ പറഞ്ഞു, ഏത് സെബാസ്റ്റ്യൻ? അപ്പം നീ എന്നെ കളിയാക്കിയതാണോടാ? അല്ല കളിയാക്കിയതാണോ, പിന്നെന്താടാ ഒന്നും അറിയാതെ എന്ന് പറഞ്ഞത്? അപ്പോഴേക്കും ആരും ചോദിച്ചത് എന്തുവാ എൻ്റെ അമ്മേ, എന്നോട് എന്ത് പറഞ്ഞാലും ആനന്ദേട്ടൻ ഒന്നും അറിയാതെ തലകുലിക്ക് സമ്മതിക്കും, അത് ചെയ്യാമെന്ന് പറയും. എന്തേലും അറിഞ്ഞിട്ടാണോ? അന്നേരം ആനന്ദേട്ടൻ മിടുക്കൻ. ഞാൻ ചെയ്താലോ? ഞാൻ ചെയ്താൽ ദേഷ്യം. ആര്യ, അച്ഛൻ എന്ത് കാര്യം പറഞ്ഞാലും അതിലെന്തോ ഒരർത്ഥം മനസ്സിൽ കാണുന്നുണ്ട്, നിനക്കത് കുറച്ച് കഴിഞ്ഞേ മനസ്സിലാവുള്ളൂ. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, സെബാസ്റ്റ്യൻ സാറിൻ്റെ കാര്യമല്ലേ എനിക്കറിയാം, ലോഡ് എത്തിച്ചിട്ട് എന്നെ വിളിച്ചറിയിക്കണം. ആ സമയത്ത് വീണ്ടും കോള് വരികയാണ്. ആകാശിൻ്റെ ഫോണാണ് ബെല്ലടിക്കുന്നത്. പെട്ടെന്ന് കോൾ എടുക്കുന്നത് ഫോൺ എടുക്കുന്നത് മറ്റാരുമല്ല ബാലനാണ്. നോക്കിയിപ്പം മേനോൻ. കടയിലെ കാര്യങ്ങൾ പറയാൻ എന്നെയല്ലേ വിളിക്കേണ്ടത്, ഇതെന്താ നിന്നെ വിളിക്കുന്നത്? അത് ഞാൻ സംസാരിക്കാച്ചാ. വേണ്ട ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ബാലൻ തന്നെയാണ് കോൾ എടുക്കുക. ഹലോ എന്ന് പറഞ്ഞിട്ട് ഹലോ വെച്ചപ്പോൾ തന്നെ കാര്യം മനസ്സിലായി മീനാക്ഷിക്ക്. ഒന്നും മിണ്ടാതിരിക്കുക മീനാക്ഷി, താൻ എന്താണോ വാ തുറന്നു വല്ലോ പറ, കടയിലെ ആവശ്യത്തിന് എന്നെയല്ലേ വിളിക്കേണ്ടത്? എടാ ഗോമതി സ്റ്റോഴ്സിൻ്റെ ഓണർ ദേവമംഗലത്തെ ബാലന ഞാൻ, എന്നോട് പറയടോ, എന്തിനാ എൻ്റെ മകനെ വിളിച്ച് കാര്യം പറയുന്നത്? എടോ മേനനെ മേനനെ. എന്തായാലും മേനൻ മിണ്ടാതിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മീനാക്ഷി കട്ട് ചെയ്തു. ഇനി മേനോ വിളിച്ചാൽ നീ ഫോൺ എടുക്കണ്ട, ഗോമതി സ്റ്റോഴ്സിൻ്റെ ഓണർ നീയല്ല ഞാനാ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അതിനാരും തർക്കത്തിന് വരുന്നില്ലല്ലോ. അല്ല ബാലേട്ടന് പകരം ഇതാരാ നിന്നെ വിളിക്കുന്നത്? ഇതൊന്നും എനിക്ക് അറിയണമല്ലോ എന്ന് ഗോമതി പറഞ്ഞപ്പോൾ നീ വിളിക്കാനൊന്നും നിൽക്കേണ്ട, എടാ വേഗം പോയി പറഞ്ഞ കാര്യം ചെയ്യുക എന്ന് പറഞ്ഞ് ഫോൺ കൊടുത്തു. ആര്യനും അശോകും ആകാശം കൂടെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാം. പോയി കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു, ബാലേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞ് ദേഷ്യം വരുമോ? അപ്പോൾ എന്താ നിനക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുട്ടികളൊക്കെ തെങ്ങ് പോലെ വളർന്നു. അവരോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതും വടിയെടുത്തടിക്കുന്നതും ഒക്കെ മോശമാണ്. ഇപ്പം മക്കളും അച്ഛനും ഒക്കെ എല്ലാ വീട്ടിലും കൂട്ടുകാരാ. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഗോമതി അതിനൊരു കുഴപ്പമുണ്ട്, അങ്ങനെ ഉള്ള വീട്ടിലാണ് അച്ഛനും അമ്മയൊക്കെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ മക്കൾ ഉടൻ പോയി ആത്മഹത്യം ചെയ്യുന്നത്. ചെറിയൊരു മറുവാക്ക് പോലും ആ കുട്ടികൾക്ക് താങ്ങാൻ പറ്റില്ല. പക്ഷേ ഇതിപ്പോൾ എൻ്റെ മക്കൾ ഏത് തീയിലും വാടില്ല. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ഏതിനും എൻ്റെ ബാലേട്ടൻ്റെ ഒരു ന്യായം ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ പണ്ടൊരു മുതലാളിയുടെ മോള് കടയിലെ ജോലിക്കാരൻ്റെ മുന്നിൽ തലയും കുത്തി വീണത്. പോ ബാലേട്ട. ഗോമതി, നിനക്കെൻ്റെ ദേഷ്യം വേദനയാവുന്നുണ്ടോ എന്നാ പറയണം. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ഒരിക്കലുമില്ല, എനിക്ക് ഈ ചൂടനെ തന്നെയാണ് എപ്പോഴും ഇഷ്ടം.
എന്തായാലും ആകാശും ആര്യനും കൂടി വീണ്ടും വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ്. ആ സമയത്ത് വീണ്ടും വിളിക്കുകയാണ് മീനാക്ഷി. മീനാക്ഷി വിളിയുടെ കോഡ് കണ്ടപ്പോൾ എടുക്കണ്ടെന്നിങ്ങനെ പറഞ്ഞു ആകാശ്. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നതാണെങ്കിലോ, അപ്പോൾ എന്ത് അത്യാവശ്യമാണ് അവളുടെ കോൾ എടുക്കണ്ട. ചേട്ടാ ഒരു ആക്സിഡൻറ്റും പറ്റിയിട്ട് വിളിക്കുന്നതാണ്, എന്ത് ചെയ്യും? നമുക്കിങ്ങനെ നമ്മളിങ്ങനെ എടുക്കാതിരുന്നാലോ? എടുക്ക്, സംസാരിക്ക്. എന്തായാലും എടുത്തു. ഹലോ, പറഞ്ഞോ. കോൾ എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ആകാശം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പക്ഷേ ചിരി ഒറിജിനലല്ല, വരുത്തിയേക്കുന്നതാണ്. മുഖം കണ്ടാലറിയാം. അവിടെ നിന്ന് എന്താ പറയണതെന്ന് കേൾക്കുന്നില്ല നമ്മുടെ ആര്യന്. എന്തായാലും പറയുന്ന മൊത്തം ചീത്തയാണ്. ആണാന്നും പറഞ്ഞ് എന്തിനാ ഇങ്ങനെ നടക്കണത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആകാശം എന്ത് ചെയ്തു, ആര്യനോട് പറഞ്ഞു, നീ തന്നെ സംസാരിച്ചോ ഹലോ എന്നും പറഞ്ഞിട്ട് ആര്യൻ്റെ കയ്യിലേക്ക് കൊടുത്തത് അറിഞ്ഞില്ല കേട്ടോ മീനാക്ഷി. പേടിത്തൊണ്ട പോലെ നീ ഏത് മാളത്തിൽ കയറി ഒളിച്ചിരിക്കുക. അപ്പോൾ ചേച്ചി ഞാൻ ആര്യനാ, നീ ആ ഫോൺ ആകാശിൻ്റെ കയ്യിലേക്ക് കൊടുത്തേ. കൊടുക്കാം, ഇപ്പം കൊടുക്കാം. ചേച്ചി തരാൻ പറയണോ? കേട്ടോ, ബാക്കി കൂടെ കേട്ടോ. മീനാക്ഷി, അതെ നീ ഇപ്പം നല്ല മൂഡിലല്ല, നമുക്ക് പിന്നെ സംസാരിക്കാം. ഫോണ് കട്ട് ചെയ്താൽ നീ ഇപ്പം എവിടെയുണ്ടോ അവിടെ വന്ന് ഞാൻ കഴുത്തിന് പിടിക്കും. ഇല്ല, കട്ട് ചെയ്യില്ല. ഞാൻ വിളിക്കുമ്പോൾ നിനക്ക് ഫോൺ എടുത്താൽ എന്താ കുഴപ്പം? ഞാനിപ്പോൾ വീട്ടിലായിരുന്നു, അച്ഛനടുത്തുണ്ടായിരുന്നു. കൂടുതൽ കള്ളങ്ങൾ പറയണ്ട കേട്ടോ. എനിക്ക് ഉടനെ നിന്നെ കാണണം. എന്തിന്? ഞാനിവിടെ ബസ് സ്റ്റോപ്പിലുണ്ട്, എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ടേക്ക് വരണം. അപ്പോൾ അവൻ ചോദിച്ചു, എന്തിന്? വരാം, എന്നാൽ ശരി, ബാക്കി പറയണ്ട, ഇപ്പം വരാം. എന്തായാലും ആര്യനും ആകാശം കൂടിയിട്ട് മീനാക്ഷിക്ക് അരികിലെത്തി. അപ്പോൾ ആര്യം പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ സംസാരിക്കുക, ചാവി ഇങ്ങതാ, ഞാൻ പോട്ടെ. അപ്പോൾ ആകാശം പറഞ്ഞു, വേണ്ട, നമുക്ക് ഒരുമിച്ച് പോകാം. ചേട്ടാ ഒരു ഓട്ടോ വിളിച്ച് ചേട്ടൻ വന്നാൽ മതി. അപ്പോഴേക്കും ഞാൻ എന്തിനാ ഇവിടെ കുത്തിപ്പിടിച്ച് നിൽക്കുന്നത്? എൻ്റെ ശവടക്കിന് ആരെങ്കിലും വേണ്ടേടാ, നീ അവിടെ നിൽക്കുക എന്നും പറഞ്ഞിട്ട് ആകാശ് 5 മിനിറ്റ് എന്നും പറഞ്ഞിട്ട് മീനാക്ഷിക്ക് അരികിലേക്ക് ചെല്ലുക. മീനാക്ഷി മോന്ന് കുറിപ്പിച്ച് നിൽക്കുക. അതെ, ബസ് സ്റ്റാൻഡാ, കുറച്ച് മയത്തിൽ സംസാരിക്കണം, ആളുകൾ കേട്ടാൽ നിനക്കാ നാണക്കേട്. ഞാനിവിടെ നെഞ്ചുരുക്കി നിന്നെ വിളിക്കുമ്പോൾ നീ നിൻ്റെ ഫോൺ എടുത്ത് അച്ഛൻ്റെ പോക്കറ്റിലിട്ടിരിക്കുക. നീ എന്തിനാ എന്നെ വിളിക്കുന്നത്? ഞാൻ കഴിവ് കേട്ടവനാ, അച്ഛൻ്റെ അടിമ, എന്തൊക്കെയല്ലേ നിൻ്റെ പരാതി? എല്ലാം കേട്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നതേ എൻ്റെ നിവർത്തികേട് കൊണ്ട്. ഞാൻ നിന്നെ സ്നേഹിച്ചത് ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടല്ല. പിന്നെ കല്യാണം കഴിക്കാൻ ആണല്ലോ. എന്നാ പറ, നീ എപ്പോഴാണ് എന്നെ കല്യാണം കഴിക്കുന്നത്? എപ്പോഴാ? എനിക്ക് കുറച്ച് സമയം വേണം. അതിന് എൻ്റെ കയ്യിൽ സമയമില്ല. ആൾക്കാർ കേൾക്കും, പതുക്കെ പറ. നാളെ കല്യാണത്തിന് എടുക്കാനുള്ള സാരി എടുക്കാൻ ചെറുക്കൻ്റെ വീട്ടുകാരും ചേർന്ന് കാഞ്ചീപുരത്ത് പോകാനിരിക്കുക. കാഞ്ചീപുരത്തിന് പോകുക, സാരി എടുക്കാമെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകാശ് ചോദിച്ചു, അതിൻ്റെ പാതി വിലയ്ക്ക് കാഞ്ചീപുരം സാരി ഇവിടെ കിട്ടൂല, പിന്നെ എന്തിനാ ഇനി അങ്ങോട്ട് പോകുന്നത്? നീ ശരിക്കും പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ? എടാ, എത്രത്തോളം ആൾക്കാർ സ്വപ്നങ്ങൾ കണ്ട് തുടങ്ങിയെന്നറിയാവോ? എന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കനും ഇത് ഇപ്പോഴൊന്നും കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ, അയാളും സ്വപ്നം കണ്ടുകൂട്ടി അയാളുടെ ജീവിതം നശിപ്പിക്കുന്നതിന് തുല്യമാവില്ലേ ഇത്? എന്നാൽ സാരി എടുപ്പ് ചടങ്ങ് മാറ്റി വെച്ചാൽ പോരെ? അതൊന്നും നടക്കില്ല. എൻ്റെ അച്ഛനെ നിനക്ക് ശരിക്കും അറിയാത്തോണ്ടാ. ഒരു തീരുമാനം എടുത്താൽ അതിൽ നിന്ന് മാറില്ല, മറുത്തൊരു വാക്ക് പോലും പറയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അച്ഛനെയും നിൻ്റെ അച്ഛനെയും ഒരു വണ്ടി കെട്ടാം. പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം. നീ എങ്ങനെയെങ്കിലും സീരിയസ് ആയിട്ട് എടുക്കുക. നിന്നെ നഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു തീരുമാനം നീ എങ്ങനെയെങ്കിലും എടുക്കുക. അപ്പോൾ നീ സമാധാനമായിട്ടിരിക്കുക. ഇന്ന് വൈകിട്ടതിന് മുമ്പ് ഞാനൊരു തീരുമാനം പറയാം എന്ന് ആകാശ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരുക. അപ്പോൾ ആര്യം ചോദിച്ചു, എന്ത് തീരുമാനം എടുക്കും വൈകുന്നേരത്തിന് മുമ്പ്? എനിക്കറിയാൻ പാടില്ല. എന്തായാലും കല്യാണം കഴിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പ്രശ്നം? കല്യാണം കഴിക്കണം. എങ്ങനെ എന്ന് ആകാശ് ചോദിച്ചപ്പോൾ അത് ആലോചിക്കണം. ആലോചിക്കുമ്പോൾ എൻ്റെ തല പെരുക്കുക. അല്ല, മീനാക്ഷിയുടെ അച്ഛനോട് ഈ വിവാഹം വേണ്ടാന്ന് ചേച്ചി തറപ്പിച്ച് പറയണം. എന്നാൽ അവളുടെ ശാപം വീഴും. നമ്മുടെ അച്ഛനേക്കാൾ ഭീകരനാ അവളുടെ അച്ഛൻ. അപ്പം തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോഴേക്കും നമ്മുടെ ആര്യം ചോദിച്ചു, എങ്ങനെ പോയി കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരെണ്ണത്തിന്? അല്ല, ഇക്കാര്യം എനിക്ക് അച്ഛനോടും പറയാൻ പറ്റത്തില്ല. എന്തായാലും മീനാക്ഷിക്ക് അവളുടെ അച്ഛനോടും പറയാൻ പറ്റില്ല. അപ്പോൾ ആര്യം പറഞ്ഞു, ഐഡിയ. നമ്മൾ നേരെ പോയി അനുജ ചേച്ചി അളിയനെയും കാണുന്നു, ആ കാര്യം പറയുന്നു. അനുജ ചേച്ചി ഇതറിഞ്ഞ് അപ്പോഴേ അച്ഛനെ വിളിച്ച് പറയും, തീരും, പരിപാടി തീരും. അപ്പം ചേച്ചി പോട്ടെ, അളിയൻ നമ്മുടെ കൂടെ നിൽക്കൂലേ? അളിയൻ പറഞ്ഞാൽ അച്ഛൻ ഉറപ്പായിട്ടും കേൾക്കും. അത്രയ്ക്ക് അണ്ടർസ്റ്റാൻഡിങ്ങാണ് അവർ തമ്മിൽ. അളിയനെ കൊണ്ട് ചേച്ചിയെ സമ്മതിപ്പിക്കണം. എന്നിട്ട് അവരെ രണ്ടുപേരും കൂടിയിട്ട് അച്ഛനെ കണ്ട് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. വല്ല വർക്കൗട്ടും ആവുമോടാ? നടക്കും. ഏട്ടാ വന്നേ, നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ആര്യനും ആകാശും കൂടെ ഇവരുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്.
എന്തായാലും അളിയനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി ചായയായിട്ട് വന്നു. പിന്നെ കാണിക്കുന്നത് ഈ അളിയൻ്റെ അനുജ ചേച്ചിയുടെ വീടാണ്. അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി ചായയായിട്ട് വന്നപ്പോൾ അയ്യോ ഞങ്ങൾ ചായ കുടിക്കാൻ വന്നതല്ല, എന്തായാലും ഇവിടെ ആര് വന്നാലും ചായ കൊടുത്തു വിടണമെന്ന് എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ സ്വന്തം ആങ്ങളമാർ വരുമ്പോൾ അങ്ങനെ വെറുതെ ഇറക്കി വിടാൻ പറ്റുമോ? അതുകൊണ്ട് ഇതൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് ചേച്ചി അവിടെ ഇരുന്നു. അല്ല ഇതൊക്കെ ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്നതല്ലേ, ഇതുകൊണ്ട് എന്താ, ചായയുടെ കൂടെ സ്നാക്സ് കഴിക്കാമല്ലോ, കഴിക്കുക എന്നും പറഞ്ഞ് അനുജ ആരാ മോള്. അതെ ചേച്ചി അളിയനോട് ഇടപെട്ട് വീട്ടിൽ പറഞ്ഞ് നടത്തി തരേണ്ട കാര്യത്തിനാണ് ഞങ്ങൾ വന്നത്. എന്താടാ ഏതെങ്കിലും പെണ്ണിനെ അടിച്ചുകൊണ്ട് വരാനുള്ള പരിപാടിയാണോ അതോ കല്യാണം നടത്തി തരണോ എന്ന് അനുജ ചോദിച്ചപ്പോഴേക്കും ആര്യൻ പറഞ്ഞു, ഇതാണ് ഞങ്ങൾ മനസ്സിൽ കണ്ടപ്പോൾ ചേച്ചി മാനത്ത് കണ്ടു, എങ്ങനെ ഇത്ര കറക്റ്റായിട്ട് ഊഹിച്ചെടുത്തു? അളിയനും അനുജയും കൂടെ വായും പൊളിച്ച് നിൽക്കുക. ഞെട്ടണ്ട, ഞാൻ പറഞ്ഞ സത്യമാണ്, ഭയങ്കര പ്രേമം, കല്യാണം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. നീ എന്താടാ ഈ പറയുന്നത്? നിൻ്റെ 2 ചേട്ടന്മാർ കല്യാണം കഴിക്കാൻ നിൽക്കുമ്പോൾ നിനക്ക് കല്യാണമോ? അപ്പോൾ ആര്യം പറഞ്ഞു, അയ്യോ എനിക്കല്ല, ഈ ഇരിക്കുന്ന ആകാശേട്ടനാ. നിനക്കോ? എടാ അതിന് നിനക്ക് പ്രേമിക്കാനൊക്കെ അറിയാവോടാ എന്ന് അനുജ ഇങ്ങനെ ചോദിക്കുക ആകാശിൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ. എടാ ആകാശേ, ആനന്ദിൻ്റെ കല്യാണം കഴിയാതെ അച്ഛൻ ഈ വിവാഹം നടത്തി തരുമെന്ന് തോന്നുന്നുണ്ടോ? അത് പിന്നെ ഉടനെ നടത്തിയില്ലെങ്കിൽ അവളുടെ കല്യാണം അവളുടെ വീട്ടുകാർ നടത്തും. അല്ലടാ ഏതാടാ പെണ്ണ്? കുഞ്ഞിൻ്റെ കാതുകുത്ത് കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, മീനാക്ഷി എന്നാ കൊച്ചിൻ്റെ പേര്. ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അളിയൻ ചോദിക്കുക. ഈ കല്യാണക്കാര്യം ഞങ്ങൾക്ക് അച്ഛനോട് പറയാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നമാവും. അതുകൊണ്ട് അളിയനും ചേച്ചിയും കൂടെ വന്ന് നൈസായിട്ട് ഇതൊന്ന് വന്ന് അവതരിപ്പിച്ച് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കണം. അനുജ ചാടി എഴുന്നേറ്റു. എടാ പ്രേമെന്ന് പറഞ്ഞാലേ അച്ഛന് കലി കയറുന്ന നിനക്കറിയാൻ പാടില്ലേ? അങ്ങോട്ട് ചെന്നാൽ ചൂരലെടുത്ത് അച്ഛൻ പുറം പൊളിക്കും. അപ്പോഴേക്കും അളിയൻ കൈയെടുത്ത് തൊടുവാണ്. രണ്ടാളോടും കൂടി മാന്യമായിട്ട് പറയുവാണ്, അച്ഛനിപ്പോൾ എന്നോട് ഒത്തിരി കുറച്ച് സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ട്, നിങ്ങളായിട്ട് അത് കളയരുത് എന്ന് അളിയനും പറഞ്ഞു. എടാ മോനെ, നിനക്ക് ഈ പ്രേമവും കല്യാണമൊന്നും വേണ്ടടാ, ഇപ്പോഴേ അങ്ങ് ഉപേക്ഷിച്ചാരേ, പ്ലീസ് ചേച്ചി ഒന്ന് സൂചിപ്പിച്ചാൽ മതി. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, നീ ആ പെണ്ണിൻ്റെ കാര്യം അങ്ങ് മറന്നേരെ, ഇല്ലെങ്കിൽ ഞാൻ അച്ഛനെ ഇപ്പം തന്നെ വിളിച്ച് പറയുവേ. അപ്പോൾ ആര്യം പറഞ്ഞു, അതാ വേണ്ടത്, ചേച്ചി ഇപ്പം തന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞാലും മതി, പക്ഷേ കുറച്ച് മയത്തി സംസാരിക്കണം. അതെ നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ല, നിങ്ങളൊരു വലിയ തെറ്റ് ചെയ്യാൻ പോവാണെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ആകാശ് പറഞ്ഞു, ചതിക്കല്ലേ ചേച്ചി അച്ഛനോടൊന്നും പറയണ്ട, ഞാനിത് പറയാതിരിക്കണമെങ്കിലേ അച്ഛൻ പറയുന്ന പെണ്ണിനെ നീ കല്യാണം കഴിക്കുള്ളൂ, നീ എനിക്ക് വാക്കുതാ എന്നും പറഞ്ഞിട്ട് അനുജ കൈ നീട്ടിപ്പിടിച്ച് നിൽക്കുക. ആര്യം പറഞ്ഞു, കല്യാണമേ കഴിക്കുന്നില്ല, അപ്പോൾ പ്രശ്നമില്ലല്ലോ. അത് നിൻ്റെ കാര്യമല്ല ഇവൻ്റെ കാര്യമാണ്, നീ സത്യം ചെയ്തില്ലെങ്കിൽ ഞാൻ പറയും, സത്യം ചെയ്യടാ എന്നും പറഞ്ഞിട്ട് ആകാശിൻ്റെ മുന്നിൽ കൈ നീട്ടി നിൽക്കുക. ആകാശ് അന്തം വിട്ട് നിൽക്കുക കേട്ടോ. ആര്യൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ആര്യം തലകുലിക്ക് കാണിക്കുക വേണ്ട എന്ന്. എന്തായാലും ആകാശ് കണ്ടും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും നാളത്തെ കഥ കൂടി ഇതിനകത്ത് അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ എങ്ങനെയെങ്കിലും കാര്യം ചെയ്യണം, എങ്ങനെയെങ്കിലും ഇത് തീരുമാനം എടുക്കണം, ഇനി പിന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നിങ്ങനെ ആര്യൻ പറയുകയാണ്. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് ആര്യൻ തന്നെ ചെന്ന് ബാലനോടും എല്ലാവരുടെ മുന്നിൽ വെച്ച് ബാലനോട് ചോദിക്കുകയാണ്, ഒരു പെണ്ണിനെ ഞങ്ങൾ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്നാൽ എന്ത് സംഭവിക്കും അച്ഛാ? ഞാൻ ഈ ദേവമംഗലം കത്തിക്കുന്നു പറഞ്ഞിട്ട് ബാലൻ പോയി. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി ഓക്കെ, താങ്ക് യു.